അഖില ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടില്ല. അഷ്കറിന്റെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയോ? അഖിലയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അഷ്കറിനെ മാത്രമാണ് വീണ്ടും രോഷാകുലരായ നാട്ടുകാർ, അയൽവാസികൾ ഈ അഷ്കറിനെ മർദ്ദിക്കാൻ ശ്രമിച്ചതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കണ്ടത്. ഇദ്ദേഹത്തിനെ തല്ലി കിട്ടിയോ എന്ന് ഉറപ്പില്ല, പക്ഷെ അവിടെ തല്ലാനുള്ള ശ്രമങ്ങൾ നാട്ടുകാർ നടത്തിയിട്ടുണ്ട്, അയൽവാസികൾ. സിജോ, എന്താണ് ഉണ്ടായത് അവിടെ? നാട്ടുകാർ, അയൽവാസികൾ വലിയ ആക്രോശം നടത്തുന്ന ചീത്തവിളികളുമായിട്ടാണ് ഇപ്പോൾ അഷ്കറിനോട് പെരുമാറുന്നത്. സിജോ, കേൾക്കാമോ? എന്തായാലും 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ നടുക്കുന്ന കൊലപാതകത്തിൻ്റെ ചുരുളഴിയുമ്പോൾ കഴിഞ്ഞ 2-3 മാസങ്ങളായി അതിക്രൂരമായ മർദ്ദന മുറകൾ അവർ നടന്നിരുന്നു. അതും ഈ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയോട്. അതിനുശേഷം ആന്തരിക രക്തസ്രാവം മൂലമാണ് ആ കുട്ടി മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു. അതിനുശേഷം 2 പേരെയും, അമ്മയെയും അമ്മയുടെ പങ്കാളിക്കെതിരെയും കൊലപാതക കുറ്റം ചുമത്തിയതിനു ശേഷം തെളിവെടുപ്പിലേക്ക് കടക്കുന്ന പോലീസ് ഇപ്പോൾ ഒരു വിധത്തിലാണ് അഷ്കറിനെയും കൊണ്ട് പോലീസ് അവിടെ നിന്നും കടന്നു കളയുന്നത്. എന്തായാലും ഈ തെളിവെടുപ്പിനിടെ രോഷാകുലരായ നാട്ടുകാർ ഈ അഷ്കറിനെ മർദ്ദിക്കാൻ ശ്രമിച്ചതടക്കമുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. വലിയ ആക്രോശം അയാൾക്കെതിരെ, വലിയ രോഷാകുലരായ പ്രതികരിച്ച അയൽവാസികളെ കൂടി നമ്മളവിടെ കണ്ടു. പ്രതിക്ക് നേരെ കയ്യേറ്റത്തിനുള്ള ശ്രമം ഉണ്ടായി. അയൽവാസികളുടെ നാട്ടുകാരുടെ വലിയ രോഷം നിയന്ത്രിക്കാൻ പോലീസ് വാദങ്ങൾ കൂടി കാണാം. നാട്ടുകാർ രോഷാകുലരാണ്. നിയമം കയ്യിലെടുക്കരുത് എന്നാണ് നാട്ടുകാരോട് പോലീസ് പറയുന്നത്. എന്തായാലും ഈ അഷ്കറിനെ കയ്യേറ്റം ചെയ്യാൻ നാട്ടുകാർ അവിടെ നിന്ന് ശ്രമിച്ചിരുന്നു. അത് തടയുന്നതിന് സ്വാഭാവികമായി നാട്ടുകാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. സിജോ തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സിജോ, കേൾക്കാമോ? കേൾക്കാം. ഇപ്പോൾ പോലീസ് നാട്ടുകാരും തമ്മിലാണ് ചെറിയ വാക്കേറ്റം ഉണ്ടായിരിക്കുന്നത്. അഷ്കറിനെ ഇവിടുന്ന് അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. പക്ഷെ പിന്നാലെ ഇതിന്റെ സുരക്ഷയ്ക്കായിട്ട് വന്നിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. ആ വാഹനം ഇപ്പോഴും കടന്നു പോയിട്ടില്ല. നാട്ടുകാർ പറയുന്നത് ആ പ്രതിഷേധത്തിന്റെ ഭാഗമായി നിന്ന സമയത്ത് പോലീസുകാർ ഈ പ്രതിഷേധക്കാരെ തള്ളി നീക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ ഞങ്ങളുടെ നേരെ തിരിയണ്ട, നിങ്ങൾ ചെയ്യേണ്ടത് അഷ്കറിനെ ചെയ്യൂ, അഷ്കറിനെ മർദ്ദിക്കൂ, അഷ്കറിനെ നിയമപരമായി മുന്നോട്ട് കൊണ്ടുപോകൂ, അല്ല ഞങ്ങളുടെ ദേഹത്തോട്ടല്ല കയറേണ്ടതെന്നുള്ളൊരു കാര്യമാണ് നാട്ടുകാർ പറയുകയും ചെയ്യുന്നത്. എന്തായാലും വളരെ പ്രയാസപ്പെട്ടാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കി മടങ്ങുന്നത്. 4 വണ്ടി പോലീസുകാർ വന്നിരുന്ന് കർശനമായ സുരക്ഷയുണ്ടായിരുന്നു, കൂടുതൽ പോലീസ് വിന്യാസം ഉണ്ടായിരുന്നു. പക്ഷേ നാട്ടുകാർ ഏകദേശം 100-150 ആളുകൾ തെളിവെടുപ്പ് നടക്കുന്നു എന്ന് വിവരം അറിഞ്ഞപ്പോൾ തന്നെ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് വരികയും ചെയ്തിരുന്നു. ആദ്യഘട്ടത്തിൽ ആളുകൾ എണ്ണം കൂടുതലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ കൂടുതൽ പോലീസുകാരെ വിന്യസിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഇത് പോലീസിന് നിയന്ത്രിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്.